വേണ്ടി പോകുന്നത്. ഇതിന് ആവശ്യമായുള്ള സാധന സാമഗ്രികൾ: 2 ബലൂൺ, തുല്യ നീളമുള്ള 2 നൂല്, 30 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്കെയിൽ, ഒരു സെല്ലോ ടാപ്പ്, ഒരു സൂചി, എക്സ്ട്രാ ഒരു നൂല്, ഒരു കത്രിക. അപ്പോൾ നമുക്ക് പരീക്ഷണം തുടങ്ങിയാലോ കൂട്ടുകാരെ? അപ്പോൾ നമ്മൾക്ക് ആദ്യം 30 സെന്റിമീറ്റർ നീളമുള്ള സ്കെയിൽ എടുക്കാം. അതിനുശേഷം തുല്യ നീളമുള്ള ഈ 2 നൂലുകളും ഈ ഒരു സ്കെയിലിന്റെ 2 അറ്റത്തായിട്ട് കെട്ടാം. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്കെയിലിന്റെ 2 അറ്റത്ത് ഭാഗത്തുമായിട്ട് ഈ 2 തുല്യ നീളമുള്ള നൂലുകൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നൂല് ഈ സ്കെയിലിന്റെ മധ്യഭാഗത്തായിട്ട് പിടിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് മധ്യഭാഗത്തായിട്ട് ഈ നൂല് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കെയിലിന്റെ മധ്യഭാഗത്തായിട്ട് ആ ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബലൂണുകളും ഈ സ്കെയിലിന്റെ 2 അറ്റത്തായി കെട്ടിയ നൂലുകളിൽ കോർക്കാം. അപ്പോൾ ഈ സ്കെയിലിൽ ഘടിപ്പിച്ച നൂലിലോട്ട് ഞങ്ങൾ ബലൂണുകൾ ഒട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു ബലൂണിൽ ഒന്നിനു മുകളിൽ ഒന്നായി സെല്ലോ ടാപ്പ് കട്ടിക്ക് ഒട്ടിക്കാം. ഈ ബലൂണിലോട്ട് ഞങ്ങൾ സെല്ലോ ടാപ്പ് ഒന്നിനു മുകളിൽ ഒന്നായി കട്ടിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ മധ്യബിന്ദുവിൽ ഞങ്ങൾക്കൊന്ന് ദ്വാരമിടാം. ഞങ്ങൾ ഇതാ ഇവിടെ ദ്വാരമിട്ടിട്ടുണ്ട്. ഈ പിന്ന് മെല്ലെ എടുക്കാം. നമുക്ക് ഇനി സെല്ലോ ടാപ്പ് പതിയെ എടുക്കാം. വായു കടക്കുന്നത് നിങ്ങൾക്ക് ഇതിലൂടെ കാണാമല്ലോ. അപ്പോൾ കൂട്ടുകാരെ കണ്ടല്ലോ, ഈ ബലൂണിൽ നമ്മൾ ദ്വാരമിട്ടതിനാൽ ഇതിലെ ഉള്ളിലുള്ള വായു എല്ലാം പുറത്തേക്ക് കടന്നു. അതുകൊണ്ട് ഇതിനെ അപേക്ഷിച്ച് മാസ് കൂടുതലായ ഈ ബലൂൺ ഇപ്പോൾ താഴ്ന്നു നിൽക്കുന്നു. ഈ പരീക്ഷണത്തിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, വായുവിന് മാസ് ഉണ്ട്. ഈ വായു നിറഞ്ഞ ബലൂണിന് ഈ ബലൂണിനേക്കാൾ മാസ് ഉള്ളത് കൊണ്ടാണ് ഇത് താഴ്ന്നു നിൽക്കുന്നത്. ഇങ്ങനെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും നമുക്ക് പദാർത്ഥം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. പുതിയൊരു പരീക്ഷണമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.